ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്നുകൂടി പറയുകയാണ്. ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയാലും കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണെന്നുള്ളതും അറിയാത്തൊരു ಸಂಭಾವನೆ. ನನ್ನ ಪ್ರೀತಿಯ ಬಂಧುಗಳೇ, ಮೊದಲು ಈ ವಿಡಿಯೋವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಗಮನವಿಟ್ಟು ನೋಡಿ. ಇದು ಕೇವಲ ಒಂದು ಸುದ್ದಿಯಲ್ಲ, ಮಾತಿನ ಪರಿಣಾಮ ಎಷ್ಟು ಭಯಾನಕವಾಗಿರಬಹುದು ಎಂಬುದನ್ನು ಮನಸ್ಸಿಗೆ ನಡುಕ ತರಿಸುವ ಘಟನೆ. ಈಗ ನಾನು ನಿಮಗೆ ಯಾರು ಈ ವಿಡಿಯೋದಲ್ಲಿರುವ ಹುಡುಗಿ ಯಾವ ರೀತಿ ಯಾವ ಮಾತುಗಳ ಮೂಲಕ ಜನರ ಗಮನ ಸೆಳೆದಳು ಮತ್ತು ಯಾಕೆ ಇಂದು ಈ ಘಟನೆ ಸಾಮಾಜಿಕ ಜಾಲತಾಣಗಳಲ್ಲಿ ಇಷ್ಟು ದೊಡ್ಡ ಚರ್ಚೆಯಾಗುತ್ತಿದೆ ಎಂಬುದನ್ನು ವಿವರಿಸುತ್ತೇನೆ. ಧರ್ಮವನ್ನು, ಉಸ್ತಾದನ್ನು, ಮದ್ರಸವನ್ನು ಅಥವಾ ಯಾವುದೇ ನಂಬಿಕೆಗಳನ್ನು ಹಿಯಾಲಿಸುವುದು ಎಷ್ಟು ಅಪಾಯಕಾರಿ ಎಂಬುದನ್ನು ಅರಿಯಬೇಕಾದ ಒಂದು ಗಂಭೀರ ಪಾಠ ಈ ಘಟನೆಯೊಳಗೆ ಅಡಗಿದೆ. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്നുകൂടി പറയുകയാണ്. ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയാലും കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ഹോസ്പിറ്റലിലെ നേഴ്സ് ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിനന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ അവർ ചിലവഴിക്കണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടൊരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിലെ വീക്കും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാലിങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഈ കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണം കാലിലെ കോലനിലകൾ ഒരു തരം മന്ത പിടിച്ച ആളെ പോലെ ആയിപ്പോയി കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നേഴ്സ് വകവെച്ചിക്കില്ല. എന്നിട്ട് അവർ പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണെന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായി പോയിട്ടോ. അപ്പം നിങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാറില്ല, ഇതെന്തേ റെക്കോർഡ് ചെയ്യാനൊന്നും എൻ്റെ അടുത്ത് ഫോണില്ല, അതിനൊരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കയറ്റണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോണിൻ്റെ അടുത്തില്ലായിരുന്നു, ഒരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു.
അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു. ഇപ്പോൾ തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജയിച്ചു ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നതിനെക്കാട്ടിലും തോറ്റു ചെല്ലുമ്പോഴാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. കാരണം അത്രയും ആൾക്കാർ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാർ തെറ്റ് ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിൻ്റെ പേരിൽ ഭയങ്കര സമൂഹം തന്നെയല്ലേ. വല്ലാത്തൊരു എന്താ എനിക്കത് നിങ്ങളോട് പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലാവാനുള്ള കാരണം ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ആ ഹോസ്പിറ്റലിലത്തെ നേഴ്സിനോട് ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയി. അപ്പം മാറി കുത്തിയിട്ടിപ്പം 1 മാസത്തിൻ്റെ അടുത്തായി. അത് പിന്നീട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലുകാർ വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കുക എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവരുടെ 5 പൈസ വേണ്ട. എനിക്ക് എൻ്റെ കാല് പഴയത് പോലെ ആക്കി തന്നാൽ മതി. കാലിക്കാണ് അവർ ഇഞ്ചക്ഷൻ വെച്ചത്. എൻ്റെ കാല് പഴയതുപോലെ ആക്കി തന്നാൽ മതി. കാരണം പലർക്കും അത്ഭുതം, കാലിക്കൊക്കെ ആരെങ്കിലും ഇഞ്ചെക്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കാല് പഴയതുപോലെ ആക്കി തന്നാൽ മതി. എനിക്ക് ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ, ചികിത്സ അവിടുന്ന് തന്നെ തന്നാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരവിടുന്ന് ചികിത്സ തരാനോ ഒന്നിനും തയ്യാറായില്ല. അപ്പം എനിക്ക് ഒരുപാട് കാലത്തേക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ പതിയെ നടക്കൽ തുടങ്ങി. പിന്നെ എന്താ പറയുക, ഒരു സമയത്തിലപ്പുറം നടന്നാൽ കാല് വീങ്ങിയിട്ട് പിന്നെ താഴെ വെക്കാൻ പറ്റൂല. അപ്പം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്ക് കാല് വീങ്ങി. അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒരു സംഭവം, അതായത് ഇനിയും ആയിരിക്കും വന്നു കഴിഞ്ഞാൽ, അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് പല പ്രശ്നം വരും. ശ്വാസം മുട്ട്, ഇതിനെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും, പനി, പിന്നെ ആള് മരിച്ചു പോകാൻ വരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു മരുന്ന് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ നേഴ്സിന്റെ ഒരു തെറ്റ് ആ നേഴ്സ് അംഗീകരിക്കുന്നില്ല. അത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നത് പോലില്ല. അവർക്ക് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവള് ഒന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ ഒന്ന് കണ്ണൂരോ അല്ലെങ്കിൽ വടകരയോ അവിടെ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കാല് ആ ഒരു രൂപത്തിലാവും. പിന്നെ നടക്കാനോ എന്തിന് നിൽക്കാൻ പോലും ആവില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ കാല് മുറിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പ് വരുമോ ഒന്നും അറിയില്ല. കാരണം അത് പറ്റിയതിന് ശേഷം ഇത്രയും ദിവസത്തിനിടയിൽ ആ കാലിന് വേദന മാറിയില്ല. ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ട് ഇങ്ങനെ വരണമെങ്കിൽ അത് വെയിലിൽ കയറാറ്റല്ലേ. പിന്നെ ആ ഒരു കാൽക്ക് മാത്രം വരേണ്ട ഒരു കാര്യമില്ല. നീര് വരുന്ന ആൾക്കാരാണെങ്കിൽ 2 കാൽക്കും വരും. പോരാത്തതിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുത്തെ ഡോക്ടർ ഇഞ്ചക്ഷൻ കാര്യമൊക്കെ വെച്ച് എന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ആ മരുന്നിൻ്റെ പ്രശ്നം അതാണ്, വെയിലിൽ കയറിയില്ലെങ്കിൽ വരുന്നതാണ്. അപ്പോൾ ಈ ഒരു ಗತಿ, ഇങ്ങനത്തെ ഒരു ಗತಿ ഇനി ഒരാൾക്ക് വരാൻ ಪಾಡಿಲ್ಲ. ನನ್ನ ಪ್ರೀತಿಯ ಬಂಧುಗಳೇ, ಇಂದು ನಾವು ಮಾತನಾಡುತ್ತಿರುವ ಜಸ್ನಾ ಸಲೀಂ ಎಂಬ ಮಹಿಳೆಯ ಹೆಸರು ಸಾಮಾಜಿಕ ಜಾಲತಾಣಗಳಲ್ಲಿ ಹಲವು ವಿವಾದಾತ್ಮಕ ಮಾತುಗಳ ಮೂಲಕ ಜನರ ಗಮನ ಸೆಳೆದಿದೆ. ಉಸ್ತಾದರನ್ನು ಹೀಯಾಳಿಸುವುದು, ಮದ್ರಸಾ ಶಿಕ್ಷಣವನ್ನು ಲೇವಾಡಿ ಮಾಡುವುದು, ಇಸ್ಲಾಂ ಧರ್ಮದ ಪವಿತ್ರ ಮೌಲ್ಯಗಳನ್ನು ಪ್ರಶ್ನಿಸುವುದು ಮಾತ್ರವಲ್ಲದೆ ಕೆಲ ಸಂದರ್ಭಗಳಲ್ಲಿ ಹಿಂದೂ ಧರ್ಮದ ನಂಬಿಕೆಗಳಿಗೂ ವ್ಯಂಗ್ಯ ಮಾಡುವ ರೀತಿಯ ವಿಡಿಯೋಗಳು ಮತ್ತು ಮಾತುಗಳ ಕಾರಣದಿಂದ ಅವಳು ಸಾಕಷ್ಟು ಟೀಕೆಗೆ ಗುರಿಯಾಗಿದ್ದಾಳೆ ಎಂಬುದು ಜನರು ಹೇಳುತ್ತಿರುವ ಸಂಗತಿ. ಆದರೆ ಇಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬ ಬುದ್ಧಿವಂತ ಮನುಷ್ಯನು ಯೋಚಿಸಬೇಕಾದ ಅತಿ ದೊಡ್ಡ ಸತ್ಯ ಏನೆಂದರೆ, ಧರ್ಮ ಎನ್ನುವುದು ಕೇವಲ ಒಂದು ಪದವಲ್ಲ, ಅದು ಕೋಟಿ ಕೋಟಿ ಹೃದಯಗಳ ಸ್ಪಂದನೆ, ಅದು ಮನುಷ್ಯನ ಆತ್ಮದ ಉಸಿರು, ಅದು ತಾಯಿಯ ಮಡಿಲಿನಷ್ಟೇ ಪವಿತ್ರವಾದ ನಂಬಿಕೆ. ಯಾರಿಗಾದರೂ ತನ್ನ ಧರ್ಮದ ಮೇಲೆ ಪ್ರೀತಿ ಇರುವಂತೆ
ಇನ್ನೊಬ್ಬರಿಗೂ ತನ್ನ ನಂಬಿಕೆಯ ಮೇಲೆ ಅದೇ ಮಟ್ಟದ ಗೌರವ ಇರುತ್ತದೆ. ಆದ್ದರಿಂದ ಧರ್ಮವನ್ನು ಹಾಸ್ಯ ಮಾಡುವುದು ನಾಲಿಗೆ ಕೊನೆಯಲ್ಲಿ ಮನುಷ್ಯನ ಗೌರವವನ್ನೇ ಸುಡುತ್ತದೆ. ಇಂದು ಜಸ್ನಾ ಸಲೀಂ ಅವರ ಜೀವನದಲ್ಲಿ ನಡೆದಿರುವ ಆ ದುಃಖಕರ ಪರಿಸ್ಥಿತಿ, ಆಸ್ಪತ್ರೆಯಲ್ಲಿ ನಡೆದ ತಪ್ಪಾದ ಚಿಕಿತ್ಸೆಯಿಂದ ಕಾಲು ಹಾನಿಗೊಳಗಾಗಿ ಜೀವನವೇ ನೋವಿನ ಕತ್ತಲಿನಲ್ಲಿ ಮುಳುಗುತ್ತಿರುವ ಸ್ಥಿತಿ. ಇದನ್ನು ನೋಡಿ ಕೆಲವರು ಇದು ಅಲ್ಲಾಹುನ ಎಚ್ಚರಿಕೆ, ದೈವದ ಎಚ್ಚರಿಕೆ ಎನ್ನುತ್ತಿದ್ದಾರೆ. ಆದರೆ ಒಬ್ಬ ನಿಜವಾದ ಮುಸ್ಲಿಮರು ದೃಷ್ಟಿಯಲ್ಲಿ ನಾವು ಯಾರ ನೋವಿನ ಮೇಲೂ ಸಂಭ್ರಮಿಸುವವರಲ್ಲ. ಯಾಕಂದರೆ ಇಸ್ಲಾಂ ನಮಗೆ ಕಲಿಸಿದ ದಾರಿ ಪ್ರತೀಕಾರದ ದಾರಿ ಅಲ್ಲ, ಹಿದಾಯತನ ದಾರಿ. ನಮ್ಮ ಪ್ರೀತಿಯ ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಬದುಕನ್ನು ನೋಡಿದರೆ ಕರುಣೆಯ ಸಮುದ್ರವೇ ಕಣ್ಣಿಗೆ ಬರುತ್ತದೆ. ಅವರನ್ನು ಸುಳ್ಳುಗಾರ ಎಂದು ನಿಂದಿಸಿದವರು, ಅವರ ಮೇಲೆ ಕಸ ಎಸೆದವರು, ತಾಯಿಫ್ನಲ್ಲಿ ಕಲ್ಲು ತೂರಿ ರಕ್ತದಲ್ಲಿ ನೆನೆಸಿದವರು, ಹಸಿವಿನಿಂದ ಮರಳಿಸಿದವರು, ಕೊಲ್ಲಲು ಸಂಚು ರೂಪಿಸಿದವರು. ಆದರೆ ಆ ಮಹಾನ್ ಪ್ರವಾದಿ ನಾಲಿಗೆಯಿಂದ ಹೊರಬಂದದ್ದು ಶಾಪವಲ್ಲ. ಅಲ್ಲಾಹ್, ಇವರು ತಿಳಿಯದವರು, ಇವರಿಗೆ ಹಿದಾಯತ್ ನೀಡು ಎಂಬ ಕರುಣೆಯ ದುವಾ. ಮಕ್ಕಾ ವಿಜಯದ ದಿನ ಅವರ ಎದುರು ನಿಂತಿದ್ದವರು ನಿನ್ನೆಯವರೆಗೆ ಅವರನ್ನು ಕೊಲ್ಲಲು ಓಡಾಡಿದವರು ಆಗಿದ್ದರು. ಆದರೆ ಪ್ರತೀಕಾರದ ಕತ್ತಿ ಎತ್ತಬೇಕಿದ್ದ ಆ ಕ್ಷಣದಲ್ಲಿ ಅವರು ಘೋಷಿಸಿದ್ದು ಕ್ಷಮೆಯ ಮಹಾಸಾಗರ. ಇಂದು ನಿಮಗೆ ಯಾವುದೇ ದಂಡ ಇಲ್ಲ, ನೀವು ಎಲ್ಲರೂ ಮುಕ್ತರು. ಇದೇ ಇಸ್ಲಾಮಿನ ಸೌಂದರ್ಯ, ಇದೇ ರಹ್ಮತುಲಿಲ್ ಆಲಮೀನ ಅಖ್ಲಾಕ್, ಇದೇ ಮಾನವ ಕುಲವನ್ನು ಕತ್ತಲಿನಿಂದ ಬೆಳಕಿನಿಗೆ ತಂದ ದಿವ್ಯ ಸಂದೇಶ. ಆದ್ದರಿಂದ ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರರೇ, ನಾವು ಯಾವ ಧರ್ಮವನ್ನು ಅವಹೇಳನ ಮಾಡಬಾರದು. ಒಂದು ವೈರಲ್ ವಿಡಿಯೋಕ್ಕಾಗಿ, ಸ್ವಲ್ಪ ಚಪ್ಪಾಳೆಗಾಗಿ ಅಥವಾ ಕೆಲವು ಕ್ಷಣಗಳ ಪ್ರಸಿದ್ಧಿಗಾಗಿ ಅಲ್ಲಾಹನು, ದೇವರನ್ನು, ಪ್ರವಾದಿಗಳನ್ನು, ಧಾರ್ಮಿಕ ಗುರುಗಳನ್ನು ಅಥವಾ ಪವಿತ್ರ ನಂಬಿಕೆಗಳನ್ನು ಹಾಸ್ಯ ಮಾಡುವುದರಿಂದ ಮನುಷ್ಯನು ದೊಡ್ಡವನಾಗುವುದಿಲ್ಲ, ಬದಲಾಗಿ ತನ್ನ ಆತ್ಮವನ್ನೇ ಗಾಯಗೊಳಿಸಿಕೊಳ್ಳುತ್ತಾನೆ. ಇಸ್ಲಾಂ ಎಂದರೆ ಕೇವಲ ನಮಾಜ್ ಅಥವಾ ಉಪವಾಸವಲ್ಲ. ಇಸ್ಲಾಂ ಎಂದರೆ ಹೃದಯದ ಮೃದುತ್ವ, ಮಾತಿನ ಸಂಸ್ಕಾರ, ವಿರೋಧಿಯ ಮೇಲೂ ಕರುಣೆ ತೋರುವ ಮಹತ್ವ, ಕಲ್ಲು ತೋರಿದವನಿಗೂ ದುವಾ ಮಾಡುವ ಅಂತರಂಗ, ದ್ವೇಷದ ಬೆಂಕಿಯನ್ನು ಪ್ರೀತಿಯ ಮಳೆಯಿಂದ ಆರಿಸುವ ಅಲ್ಲಾಹನ ದೈವಿಕ ಶಕ್ತಿ. ಆದ್ದರಿಂದ ಜಸ್ನಾ ಸಲೀಂ ಸೇರಿದಂತೆ ದಾರಿ ತಪ್ಪಿದ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಅಲ್ಲಾಹು ಹಿದಾಯತ್ ನೀಡಲಿ ಎಂದು ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. ಏಕೆಂದರೆ ಒಬ್ಬ ನಿಜವಾದ ಮುಸ್ಲಿಮನ ಗೆಲುವು ಎನ್ನುವುದು ಯಾವಾಗಲೂ ಇತರನ್ನು ಪ್ರೀತಿಸುವುದು, ಹೃದಯದಲ್ಲಿ ಇಸ್ಲಾಮಿನ ಸೌಂದರ್ಯದ ಮೇಲೆ ಪ್ರೀತಿ ಹುಟ್ಟಿಸುವುದು. ನೋಡಿ ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಈಗ ಕಮೆಂಟ್ನಲ್ಲಿ ಯಾವಾಗ ಇವಳ ಮಯ್ಯತ್ ನಮಾಜ್, ಎಷ್ಟು ಗಂಟೆಗೆ ಮಯ್ಯತ್ ನಮಾಜ್ ನಡೆಯುತ್ತದೆ ಎಂಬ ಕಮೆಂಟ್ಗಳೆಲ್ಲ ಕಾಣ್ತಾ ಇದೆ. ಈ ರೀತಿಯಲ್ಲಿ ಕೇಳಲು ಕಾರಣ ಯಾಕೆ? ಧರ್ಮಗಳನ್ನು ಹೀಯಾಲಿಸಿದಾಗಿದೆ. ಆದ ಕಾರಣ ನಾವು ಯಾವ ಧರ್ಮವನ್ನು ಹೀಯಾಲಿಸಬಾರದು, ಅವಹೇಳನ ಮಾಡಬಾರದು. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಮತ್ತೆ ಸಿಗೋಣ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.